തിരക്കഥ വിവാദത്തിൽ മേജർ രവിക്ക് തിരിച്ചടി. കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേതല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. പരാതിക്കാരൻ റെജി മാത്യുവിന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആദ്യം ആ പരാതിക്കാരന്റെ പ്രതികരണം. കോടതി രണ്ട് സിനിമയുടെ ബേസിസ്, അതായത് വൺ ലൈൻ സ്റ്റോറിയും ബാക്കി ഡീറ്റെയിൽസും നോക്കിക്കഴിഞ്ഞിട്ട് കർമ്മയോധയുടെ തിരക്കഥ റെജി മാത്യു കോടതി ഹാജരാക്കിയ തിരക്കഥയാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇതിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും റെജി മാത്യുവിനാണെന്ന് കണ്ടു. അതനുസരിച്ച് ഇനിമേലിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു പ്ലാറ്റ്ഫോമിലും. രണ്ടാമത് ഇതിൻ്റെ മറ്റു ഭാഷാ റൈറ്റ്സ് ഉണ്ട്. അതുമെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തിന് കിട്ടുന്ന എല്ലാ അബ്സല്യൂട്ട് റൈറ്റും ഇദ്ദേഹത്തിനാണെന്ന് കണ്ടു. മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെയാണ് കർമ്മയോധയ്ക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി കൊടുക്കുന്നത്. അത് ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വന്ന ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 18 വയസ്സിന് താഴെ പ്രായമുള്ള 80 ലക്ഷം പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ കഥയ്ക്ക് ബേസ്. അത് തന്നെയാണ് സിനിമയും. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് അത് എഴുതി കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായ കഥയും തിരക്കഥയും സംഭാഷണവും അദ്ദേഹം സ്വീകരിച്ച ശേഷം എന്നോട് പറഞ്ഞു, നിർമ്മാതാവ് ഇപ്പോൾ ചില പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ഒരു പുതിയ നിർമ്മാതാവിനെ കണ്ടെത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഞാൻ താങ്കളെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. ടോബി ജോൺസൺ കോട്ടയത്തും ചേർന്നു. ടോബി, പരാതിക്കാരനും അഭിഭാഷകന്റെ പ്രതികരണം കേട്ടു. ഈ കർമ്മയോധ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളേറെ, അതുകൊണ്ട് തന്നെ ഈ പരാതിക്കും ഈ പോരാട്ടത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കോടതിയുടെ കണ്ടെത്തൽ? എങ്ങനെയാണ് കോടതി അനുമാനത്തിലേക്ക്, ഉത്തരവിലേക്ക് എത്തി? സുഹൈൽ, തീർച്ചയായിട്ടും ഏകദേശം 12 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കോട്ടയത്തെ കൊമേഴ്ഷ്യൽ കോടതി ഈ ഒരു വിധി ഈ റെജി എന്ന് പറയുന്ന പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള തിരക്കഥാകൃത്തിന് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ സംഭവം തുടങ്ങുന്നത് തന്നെ ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് സാധാരണ ഈ വാർ സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഒരു സോഷ്യൽ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേജർ രവി തന്നെ സമീപിച്ചു എന്നാണ് തിരക്കഥാകൃത്ത് പറയുന്നത്. അന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കഥയും തിരക്കഥയും എല്ലാം എഴുതി അദ്ദേഹത്തിന് കൈമാറിയത്. പക്ഷേ ഈ പടം ഇത് ഷൂട്ടിംഗ് തുടങ്ങിയത് പിന്നീടാണ് താൻ അറിഞ്ഞത്. തന്നെ അറിയിക്കാതെ ഷൂട്ടിംഗ് തുടങ്ങുകയും അത് മറ്റൊരാളുടെ പേരിൽ ആ തിരക്കഥയും സംഭാഷണവും കൊണ്ടുപോകുന്നു, സിനിമയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വിവരം അറിയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി കോടതിയെ സമീപിച്ചത്. കോടതിയെ സമീപിച്ചപ്പോൾ ഇത് മേജർ രവി നിഷേധിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ താൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കളയുന്ന പേപ്പറുകൾ എടുത്തു വെച്ച് ഒരു കഥയുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് മേജർ രവി പറഞ്ഞത്. പക്ഷേ കോടതി കൃത്യമായ തെളിവുകൾ അടക്കം നിരത്തി ഇത് തെറ്റാണ്, ഈ മേജർ രവി പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ റെജിയുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് നൽകണമെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഉടമസ്ഥ അവകാശം ഈ വ്യക്തിക്കാണെന്നുമുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും മേജർ രവിയെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. 2 തവണ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചില്ല, ഫോൺ എടുത്തിട്ടില്ല. അപ്പീലടക്കം പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കീഴ്ക്കോടതിയിൽ നിന്നാണ് വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പീൽ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി ഇതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. താൻ എഴുതിയ തിരക്കഥയാണ്, താൻ എഴുതിയ സംഭാഷണമാണ്, അതുകൊണ്ട് അത് തന്റെ പേരിൽ തന്റെയാണെന്ന് ആ ഉടമസ്ഥാവകാശം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ പോയത്. ഈ സിനിമ ഇറങ്ങിയ സമയത്തും ഇതിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ക്രെഡിറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയത് എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത് തുടർ കേസ് നടപടികളിലേക്കും പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.